ഓം നമ ശിവായ. ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കടബാധ്യതകൾ ഒരു അവിഭാജ്യ ഘടകമാണ്. ചെറിയ രീതിയിലെങ്കിലും പണം കടം വാങ്ങാതെ നമുക്ക് ആർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലതരത്തിലുള്ള കടങ്ങൾ നമ്മളെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കും. ചിലർക്കാണെങ്കിൽ നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത വിധം കടബാധ്യതകൾ പെരുകി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും കടങ്ങൾ പെരുകുന്നതല്ലാതെ യാതൊരു തരത്തിലും ഒരു കുറവും ഉണ്ടാകാത്ത വ്യക്തികളുമുണ്ട്. നമ്മൾക്കുണ്ടാകുന്ന കടബാധ്യതകൾക്ക് ഒരു പരിഹാരം ലഭിക്കാനുള്ള ഒരു നല്ല മാർഗത്തെയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പല രീതിയിലും ഓരോരോ പരിഹാരം ചെയ്തിട്ടും ഫലം ലഭിക്കാതെ പോയവർ തീർച്ചയായും ഞാൻ ഈ പറയുന്നതൊന്ന് ചെയ്തു നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കും. ഇത് വളരെ സിമ്പിളായ ഒരു പരിഹാര മാർഗമാണ്. നമ്മുടെ വീട്ടിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്തതിന് ശേഷം നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയി ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും. ഈ ലളിതമായ പരിഹാരം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ തീർക്കാൻ ഒന്നോ അതിൽ കൂടുതലോ മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സർവേശ്വരൻ തുറന്നു തരും. ഈ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിനുവേണ്ടി നിങ്ങൾ ഒരു ചെറിയ മൺകലം, ചെറുതെന്ന് വെച്ചാൽ വളരെ ചെറിയ ഒരു മൺകലം, ഇത് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന എല്ലാ കടയിലും കാണും. പുതിയ കലം തന്നെ വേണം. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ ഉപയോഗിച്ച മൺകലമാകരുത്. ഈ മൺകലം കൊണ്ടുവന്ന് നല്ല പച്ചവെള്ളത്തിൽ നല്ലതുപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഈ കർമ്മം ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഇത് ചെയ്യാവൂ. ഇത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് സമയമോ നേരമോ ഒന്നുമില്ല. വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മൺകലത്തിൽ കല്ലുപ്പ് നിറയ്ക്കണം. പൊടിയുപ്പ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പൊടിയുപ്പിൽ പല വിധത്തിലുള്ള മായങ്ങളും ചേർന്നിട്ടുണ്ടാകും. കല്ലുപ്പിലാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ സാമീപ്യമുണ്ട്. പൊടിയുപ്പ് ഉപയോഗിച്ചാൽ നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇതിനു വേണ്ടി കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണമെന്ന്. കല്ലുപ്പ് വളരെ പവിത്രമായ ഒരു വസ്തുവാണ്. അത് വെറുതെയെങ്കിലും നിങ്ങളുടെ അടുക്കളയിൽ വാങ്ങി വെക്കണം. നിങ്ങൾ മൺകലത്തിൽ കല്ലുപ്പ് നിറച്ചതിന് ശേഷം അതിലേക്ക് ഒരു 5 രൂപ നാണയം താഴ്ത്തി വെക്കണം. ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങളുടെ സകലമാന കടബാധ്യതകളും തീർക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ കാണിച്ചു തരണമേ എന്ന് നിങ്ങൾ അപേക്ഷിക്കണം. അതിനുശേഷം ഈ മൺകലം നിങ്ങളുടെ ഗ്രഹത്തിന്റെ ഏറ്റവും വൃത്തിയുള്ള ഒരു ഭാഗത്ത് സൂക്ഷിച്ചു വെക്കണം. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് മറ്റാരും കാണാനോ ഈ മൺകലത്തിൽ ആരും സ്പർശിക്കാനോ പാടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്തി വേണം ഇത് സൂക്ഷിക്കാൻ. ഈ കർമ്മം ചെയ്യുമ്പോഴും ഇത് ആരും കാണരുത്. ഇത് നമ്മൾ വെള്ളിയാഴ്ച തുടങ്ങിയാൽ പിറ്റേന്ന് മുതൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഇതുപോലെ ഒരു 5 രൂപ നാണയം ഈ മൺകലത്തിൽ താഴ്ത്തി വെക്കണം. ഇങ്ങനെ 21 ദിവസം ചെയ്യണം. ഇടയ്ക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല. അടുത്ത ദിവസങ്ങളിൽ തുടർന്ന് ചെയ്താൽ മതി. എങ്ങനെയായാലും 21 ദിവസം നിങ്ങൾ പൂർത്തിയാക്കണം. ഈ മൺകലത്തിൽ 21 5 രൂപ നാണയങ്ങൾ ആകുന്നത് വരെ ചെയ്യണം. 21 ദിവസങ്ങൾക്ക് ശേഷം ഈ കലത്തിൽ നിന്നും 21 നാണയങ്ങൾ പുറത്തെടുത്ത് ഒരു മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് തെളിക്കുന്നതിന് അടുത്തായിട്ട് വെക്കണം. ഇതൊരു ദിവസം അവിടെ തന്നെ വെക്കണം. ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട. നേരത്തെ നമ്മൾ മൺകലം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഈ പൊതി ഒരു ദിവസം വെച്ചിരുന്നാൽ മതി. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതതിനു ശേഷം ഈ നാണയങ്ങൾ അവിടുത്തെ നേർച്ച വഞ്ചിയിൽ നിക്ഷേപിക്കുക. ഇതിനുവേണ്ടി ഉപയോഗിച്ച മൺകലവും കല്ലുപ്പും നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഇത് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും. കടങ്ങൾ തീർക്കുന്നതിനുള്ള പല വിധത്തിലുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും. അതുപോലെ ഇത് ചെയ്യുമ്പോൾ വൃത്തിയും ശരീരശുദ്ധിയും പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലുപരി
പൂർണ്ണമായും നമ്മൾക്ക് വിശ്വാസം വേണം. കുടുംബക്ഷേത്രം അറിയാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ദേവാലയത്തിൽ ഈ നാണയങ്ങൾ സമർപ്പിക്കാം. നിങ്ങളുടെ എല്ലാ കടബാധ്യതകളും തീർന്ന് ജീവിതം രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി. ഓം നമഃ ശിവായ.